എന്താണ് ശബരിമല? ആരാണ് ശബരിമല ക്ഷേത്രം പണിതത്? എന്താണ് ശബരിമലയെക്കുറിച്ചുള്ള ഐതിഹ്യം? ഊഹാഭോഗങ്ങൾ എന്താണ്? സത്യം എവിടെയാണ്? ശബരിമല ഉൾപ്പെടെയുള്ള കേരളത്തിലെ 3000-ലധികം വരുന്ന ക്ഷേത്രത്തിന് കേരള സർക്കാരിന് എന്താണ് പങ്ക്? ദേവസ്വം ബോർഡ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ നിയമങ്ങൾ എന്താണ്? കവനന്റ് എന്തിനാണ് ഉണ്ടാക്കിയത്? ആരാണ് ഉണ്ടാക്കിയത്? ഇങ്ങനെ തുടങ്ങി ശബരിമലയുമായി ബന്ധപ്പെടുത്തിയും ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെടുത്തിയും, അത് തിരുവിതാംകൂർ മാത്രമല്ല കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഗൗരവതരമായ ഒരുപാട് വിഷയങ്ങൾ പഠിക്കേണ്ട കാലമാണ്. പഴയ കാലത്ത് ഒരു കാലഘട്ടത്തിൽ ഹിന്ദു സമൂഹം എല്ലാവരിൽ നിന്നും, വിദേശികളിൽ നിന്നും സ്വദേശികളിൽ നിന്നും ഒരുപാട് ആക്രമണങ്ങളിൽ നേരിട്ടിട്ടുള്ളൊരു സമൂഹമാണ്. ഇപ്പോഴിത് പറയുന്നത് മുസ്ലിംസിൻ്റെയോ ക്രിസ്ത്യാനികളുടെയോ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെയോ ഒന്നും തമ്മിലടിക്കുന്നതിന്, ഹിന്ദുക്കളൊന്നും തമ്മിലടിക്കുന്നതിനല്ല, ഒന്നും തിരിച്ചു പിടിക്കുന്നതിനുമല്ല. പോയതെല്ലാം പോയി, കിട്ടിയതെല്ലാം കിട്ടി, ഉള്ളതെല്ലാം ഉണ്ട്. പക്ഷെ ഉള്ളത് സംരക്ഷിച്ചേ കഴിയൂ. അത് അന്യാധീനപ്പെടാൻ പാടില്ല. ഒരുപാട് സ്വത്തുക്കൾ, ദേവസ്വത്തിൻ്റെയും അതുപോലെ തന്നെ ബ്രഹ്മസ്വത്തിൻ്റെയൊക്കെ സ്വത്തുക്കൾ ഒരുപാട് അന്യാധീനപ്പെട്ടു പോകുന്നു. ഇനി ഒരു ക്ഷേത്ര സ്വത്തും അന്യാധീനപ്പെടാൻ പാടില്ല. ശബരിമല ക്ഷേത്രത്തിൻ്റെ യഥാർത്ഥ അവകാശി ആരാണ്? എന്താണ് അവിടുത്തെ പൂജാതി കർമ്മങ്ങൾ? അവിടുത്തെ ആചാരങ്ങൾ എന്താണ്? എപ്പോഴാണ് അത് ലംഘിക്കാൻ തുടങ്ങിയത്? എന്തുകൊണ്ട് 2019 ഒരു സുപ്രീം കോടതി ഉത്തരവ് വരും, ഒരു ഡയറക്ഷൻ വന്നു, പിന്നെ അത് കൃത്യമായൊരു ഓർഡറായി വരുമെന്ന് മനസ്സിലാക്കി അവിടുത്തെ സ്വർണ്ണപ്പാളികൾ അടിച്ചു മാറ്റാൻ ശ്രമിച്ചത് എന്തിന്? വളരെ ഗൗരവതരമായ ഒരുപാട് ചോദ്യങ്ങൾക്ക് മലയാളി ഹിന്ദു സമൂഹം ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. നിർഭാഗ്യവശാൽ ഹിന്ദു നവോത്ഥാനത്തിന് നടക്കുന്നവരും ഹിന്ദു സമൂഹത്തെ സംഘടിപ്പിക്കാൻ നടക്കുന്നവരും മുട്ടിന് ഹിന്ദുക്കളുടെ സംഘടനകളെന്ന് പറയുന്നവരും വേറെ ഏതോ ലോകത്താണ്. അവർ സ്വപ്നലോകത്തെ ബാലഭാസ്കരന്മാരാണ്. അവരുടെ ഒരു കാരണവശാലും അവരെ കുറ്റം പറയുന്നില്ല. അവർ അവരുടെ രീതികളുമായിട്ട് നീങ്ങട്ടെ. അപ്പോഴും ശബരിമലയിൽ നിന്ന് തുടങ്ങാം. സേവ് ശബരിമല ക്യാമ്പയിൻ ആരംഭിക്കണം. സേവ് ശബരിമല എന്ന് പറഞ്ഞാൽ എല്ലാവിധ രീതിയിൽ നിന്നും ശബരിമല അയ്യപ്പനെ മോചിപ്പിക്കുക എന്നുള്ള തന്നെയാണ്. അപ്പോൾ ഒരു ചോദ്യമുണ്ട്, അയ്യപ്പനെ മോചിപ്പിക്കാൻ നിങ്ങൾ ആരാണ്? ദൈവത്തിൻ്റെ കണക്ക് പറയുന്ന രീതി തന്നെ എന്താണ്? ദൈവത്തിന് നേരിട്ട് വന്നിറങ്ങി ഒന്നും ചെയ്യാൻ കഴിയില്ല. ദൈവം ചെയ്യിക്കുന്നത് പാവപ്പെട്ട കുറേ ആളുകളെ കൊണ്ടായിരിക്കും. അവർ വിശ്വാസികളായിരിക്കും, അവിശ്വാസികളായിരിക്കും, വളരെ സാധാരണക്കാരായിരിക്കും, പട്ടിണി പാവങ്ങളായിരിക്കും, വനിതകളായിരിക്കും, വളരെ സാധാരണക്കാരായിരിക്കും. അവർ ചിലപ്പോൾ 18 പ്രാവശ്യം മലയിൽ പോയി കാണത്തില്ല, തെങ്ങ് വെച്ച് കാണത്തില്ല, 41 പ്രാവശ്യം പോയി കാണത്തില്ല. അവിടുത്തെ പൂജാതി കർമ്മങ്ങളിൽ പങ്കെടുത്തിട്ടൊന്നും ഉണ്ടാവില്ല. അങ്ങനെയാണല്ലോ പ്രകൃതി. ആരെക്കൊണ്ടാണ്, എപ്പോഴാണ്, എന്തൊക്കെയാണ് ചെയ്യിക്കുക എന്നറിയില്ലല്ലോ. എന്തായാലും ശബരിമലയുടെ ഒരു സേവ് ക്യാമ്പയിൻ, അത് സേവ് എന്ന പേരിട്ടത് ഇതിനൊരു ഊർജ്ജം കിട്ടുന്നതിന് വേണ്ടി മാത്രം അല്ല. ശബരിമല അയ്യപ്പനെ രക്ഷിക്കാൻ നമ്മളാരുമല്ല, ഞങ്ങളുമല്ല, നിങ്ങളുമല്ല. എന്തായാലും സേവ് ശബരിമല ക്യാമ്പയിൻ എന്നുള്ള നിലയിൽ ഒരു അവയർനെസ് പ്രോഗ്രാം, ഒരു ബോധവൽക്കരണ പരിപാടി കേരളത്തിൽ സുഭാഷിതം ചാനൽ കൂടി മുൻകൈ എടുത്തുകൊണ്ട്, നമ്മുടെ നേതൃത്വത്തിലല്ല, നിരവധി ആളുകളുടെയും വ്യക്തികളുടെയും താല്പര്യമുള്ളവരുടെയും നേതൃത്വത്തിൽ നമ്മൾ ആരംഭിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം സുഭാഷിതം ചാനലിൻ്റെയും ഗ്ലോബൽ മലയാളി ന്യൂസിനെ സംബന്ധിച്ചിടത്തോളം ഏത് വിഷയം കിട്ടിയാലും ആ വിഷയത്തെ ആഴത്തിൽ പഠിക്കുക, ആഴത്തിൽ ഇടപെടുക എന്നുള്ളതാണ്. പക്ഷേ ഇടപെട്ട് വരുമ്പോൾ ഒരുപാട് പ്രതിസന്ധികളുണ്ട്. പ്രതിസന്ധികളെല്ലാം തരണം ചെയ്ത് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾ നേരത്തെ ഏറ്റെടുത്ത നിരവധി സർവീസ് സംഘടനാ വിഷയങ്ങളും കേരളത്തിലെ നേരത്തെ ഏറ്റെടുത്തുള്ള പല വിഷയങ്ങളിലും ഞങ്ങൾക്ക് ഒരുപാട് പ്രതിസന്ധി ഉണ്ടായി. പക്ഷെ അപ്പോഴൊന്നും തളരാതെ ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. ഞങ്ങൾ വലിയ പ്രസ്ഥാനമൊന്നുമല്ല, വളരെ വലിയ സ്ഥാപനമല്ല, ഒരു ചെറിയ സംവിധാനത്തിൽ കൊണ്ടുപോകുന്നൊരു ഡിജിറ്റൽ ചാനൽ മാത്രമാണ്. പക്ഷേ ഞങ്ങൾക്കും ആഗ്രഹങ്ങളും ആശയമുണ്ട്. ഞങ്ങളെ വിശ്വസിക്കുന്നൊരു സമൂഹം ഇന്ന് കേരളത്തിലുണ്ട്. അതൊരു വിശ്വാസ സമൂഹം, വലിയ സമൂഹമുണ്ട്. അതിൽ വളരെ എലൈറ്റായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെ സാധാരണ ജനങ്ങളെ വരെയുള്ള എല്ലാ വിഭാഗം ആളുകളും അതിനകത്തുണ്ട്. എലൈറ്റ് എന്ന് ഞാൻ പറഞ്ഞത് പദവി കൊണ്ടാണ്, അല്ലാതെ ജാതി കൊണ്ടോ മറ്റൊന്നുമല്ല. ഉന്നത ജോലിയൊക്കെ ചെയ്യുന്നവരും വളരെ സാധാരണ ജോലി ചെയ്യുന്നവരും അങ്ങനെ പലതരത്തിലുള്ള ആളുകളും വീട്ടമ്മമാരും ഒക്കെ നമ്മളെ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരുപാട് വിശ്വാസി സമൂഹം ഇന്ന് സുഭാഷിതം ചാനലിനോടൊപ്പമുണ്ട്, ഞങ്ങളോടൊപ്പമുണ്ട്. അവരുടെ ഒരു ഡിമാൻഡ് വെച്ചുകൊണ്ടാണ് ഇന്ന് മുതൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തന്നെ തുടങ്ങുകയാണ്. അതിൽ നിങ്ങൾക്ക് ഈ 9847547881 എന്നാണ്. ഞങ്ങൾ വിവിധ വിഷയങ്ങളിൽ ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. അതെല്ലാം ഓരോ തലത്തിലേക്ക് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി അതിനൊക്കെ പരിഹാരമുണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇത് വളരെ കോംപ്ലക്സായ, സങ്കീർണമായ ഒരു വിഷയമാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ളൊരു ക്ഷേത്രം, അവിടെ ആചാരാനുഷ്ഠാനങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നത്. അതിനുശേഷം സർക്കാരുണ്ട്, ദേവസ്വം ബോർഡുണ്ട്, പന്തളം കൊട്ടാരമുണ്ട്, ഒരുപാട് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ട്. അപ്പോൾ പിന്നെ തന്നെ ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടാക്കിയ കവനൻറ്റുകളുണ്ട്, നിയമങ്ങളുണ്ട്, ചട്ടങ്ങളുണ്ട്. എന്തായാലും എല്ലാം പരിശോധിക്കുമ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ആർക്കൈവ് വെച്ച് നോക്കുമ്പോൾ ഈശ്വരൻ നമ്പൂതിരിയെ പോലുള്ള 1950 തീ പിടിച്ചതിന് ശേഷം അവിടെ ജോലി ചെയ്തിരുന്ന പിന്നെ മാവേലിക്കരയിലെ
ഇല്ലത്തിലെ ശ്രീധരൻ നമ്പൂതിരിയുടെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ആർക്കൈവിൽ നിന്നാണ് കിട്ടിയത്. അത് നോക്കുമ്പോൾ വളരെ വിചിത്രമായ ഒരുപാട് കാര്യങ്ങളാണ് ശബരിമലയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് എന്താണെന്ന് നെല്ലും പതിരും കല്ലും മുള്ളും ഒന്ന് കാലിക്ക് മെത്ത എന്ന് പറയുന്ന പോലെ കല്ലും മുള്ളും എന്താണ് എന്ന്, ശബരിമലയിലെ കല്ലും മുള്ളും എന്താണ്, നെല്ലും പതിരും എന്താണെന്ന് ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. ആരുടെയും ഒന്നും പിടിച്ചെടുക്കാനല്ല, ആരോടും പ്രത്യേക മമതയുമില്ല, ആരോടും പ്രത്യേക സ്നേഹവുമില്ല. ഒരിക്കൽ കുഞ്ചൻ നമ്പ്യാർ ഒരു വാചകം പറയുകയുണ്ടായി. കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞത് മറ്റൊന്നുമല്ല, ഒരു 2 വരിയാണ്. ഞാനത് അതുപോലെ തന്നെ വായിക്കുന്നതാണ് നല്ലത്. കുഞ്ചൻ നമ്പ്യാർ ഒരവസരത്തിൽ പറയുകയുണ്ടായി. അതായത് ഞാനത് വായിക്കാം, ഞാനത് പറയാം. അതിനു മുമ്പ് ഞാൻ ഇതൊന്ന് സൂചിപ്പിച്ചോട്ടെ. അപ്പോൾ തീർച്ചയായിട്ടും ശബരിമലയുടെ ഈ വിശേഷ കാര്യങ്ങളൊക്കെ എന്താണ്, ശബരിമലയിലെ പ്രധാന വിശേഷങ്ങൾ, അവിടെ എന്തുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നു, എന്താണ് അവിടുത്തെ യഥാർത്ഥ പ്രശ്നം, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു പൊതുസമൂഹത്തെ അറിയിക്കുക എന്നതും അതിനൊരു കൂട്ടായ്മ ഉണ്ടാക്കിയെടുക്കുവാനുമാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. ഇതാർക്കും എതിരായോ ആരോടെങ്കിലും ശത്രുതയോ ഒന്നും, ഇവിടെ സർക്കാരുണ്ട്, തന്ത്രി കുടുംബമുണ്ട്, മേൽശാന്തി കുടുംബങ്ങളുണ്ട്, ഒരുപാട് സംവിധാനങ്ങളുണ്ട്. അപ്പോൾ അവർ ആരോടും നമുക്ക് ഒരു എതിർപ്പുമില്ല, ആരോടും നമുക്ക് ഒരു തർക്കവുമില്ല. എന്തായാലും നമുക്ക് വളരെ കൃത്യമായി ഒരു സംവിധാനത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോകുന്നു എന്ന് മാത്രം. എന്താണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് ചോദിച്ചാൽ, ഒരുത്തർക്കും ലഘുത്വത്തെ വരുത്തുവാൻ മോഹമില്ല, ഒരുത്തനും പ്രിയമായി പറവാനും ഭാവമില്ല. ഞങ്ങൾക്ക് ആർക്കും പ്രിയമായി പറയാനും ഭാവമില്ല, ഒരൊന്നിനെയും ലഘുത്വത്തെ വരുത്താനും ഭാവമില്ല. കുഞ്ചൻ നമ്പ്യാരുടെ വളരെ പ്രസിദ്ധമായ 2 വരികളാണ്. അപ്പോൾ ഞങ്ങൾക്ക് ആരോടും പ്രത്യേകിച്ച് പരിഭവമില്ല, പരാതിയിലൊന്നുമില്ല. ഞങ്ങൾ സുഭാഷിതം ചാനലാകട്ടെ, ഞാൻ വ്യക്തിപരമാകട്ടെ, വളരെ യാദൃശ്യമായിട്ടാണ് ശബരിമല വിഷയത്തിൽ വന്നു വീണത്. ഹരിവരാസനത്തിൽ തുടങ്ങിയതാണ്. ഹരിവരാസനത്തിൻ്റെ പേരിൽ നടക്കുന്ന ഉടായിപ്പുകൾ, തട്ടിപ്പുകളൊക്കെ നമുക്ക് പുറത്ത് കൊണ്ടുവരണം. ഇപ്പോൾ തന്നെ 3-4 വീഡിയോകൾ നമ്മൾ പുറത്ത് കൊണ്ടുവന്നു കഴിഞ്ഞു. അത് 100 വർഷം ആകാതെ 100ാം വർഷം ആഘോഷിച്ചതിൻ്റെ കഥയുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ പേരിൽ മറ്റൊരുപാട് കാര്യങ്ങൾ, ഞാൻ ആരെയും വ്യക്തിപരമായി പറയുന്നില്ല, അത്തരം കാര്യങ്ങൾ നടക്കുന്നു. അവിടുത്തെ ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും പേരിൽ ലോകത്തെ പറ്റിക്കുന്നത് വളരെ ഗൗരവതരമായൊരു സാമൂഹ്യ വിഷയമാണ്, ഒരു ആത്മീയ വിഷയമാണ്. സനാതനധർമ്മത്തിലോ ഹിന്ദു സമാജത്തിലോ ഹിന്ദുധർമ്മത്തിലോ അങ്ങനെ ഒന്നും പറയുന്നില്ല. പറയാത്ത കാര്യങ്ങൾ, ഒരു കാനന ക്ഷേത്രത്തിൽ അവിടെ ധ്യാനത്തിലിരിക്കുന്ന ലഘുപൂജകൾ മാത്രം നടത്താവുന്ന, ഒരു ബഹളവും ഉത്സവവും ആഘോഷവും ആനയും അമ്പാരിയും ഒന്നും നടത്തിക്കൂടാത്ത ഒരു ക്ഷേത്രത്തിൽ അതിൻ്റെ ഒരു പവിത്രതയും മനസ്സിലാക്കാതെ, അതിൻ്റെ സങ്കല്പം മനസ്സിലാക്കാതെ, അതിൻ്റെ യാഥാർത്ഥ്യം എന്തെന്ന് മനസ്സിലാക്കാതെ ശബരിമലയെ വികസിപ്പിച്ച് കളയാം എന്ന് വിചാരിക്കുന്ന എല്ലാവരോടും പറയുന്ന ഒരേ ഒരു കാര്യം, നിങ്ങൾ ശബരിമല പഠിക്കുക, നമുക്ക് കൂട്ടായി പഠിക്കാം. എന്താണ് ശബരിമല, ശബരിമലയുടെ ഉത്ഭവം എങ്ങനെ, അതിൻ്റെ ആരംഭം എങ്ങനെ, വ്യത്യസ്ത ധാരകൾ എന്താണ്, ഒരുപാട് കഥകൾ വളരെ വ്യത്യസ്തമായ ആളുകൾ പറയുന്നുണ്ട്. ആ വ്യത്യസ്ത ധാരകൾ എന്താണ്, എങ്ങനെ 1902 തീ പിടിച്ചു, 1950 എങ്ങനെ തീ വെച്ചു, ആര് തീ വെച്ചു, എവിടെയാണത് പിഴച്ചത്, 72 മുതൽ എന്തുകൊണ്ട് ആചാരലംഘനങ്ങൾ തുടർച്ചയായി ബന്ധപ്പെട്ടവരിൽ നിന്നും, പ്രത്യേകിച്ച് തന്ത്രിമാരുടെ ഭാഗത്തു നിന്നും, അവിടെ പൂജ ചെയ്യുന്നവരുടെ ഭാഗത്തു നിന്നുമൊക്കെ വരുന്നതായിട്ടുള്ള ആക്ഷേപം എത്രമാത്രമുണ്ട്, എന്താണ് പന്തളം കൊട്ടാരത്തിൻ്റെ ആശങ്ക, പന്തളം കൊട്ടാരത്തിന് അവകാശപ്പെട്ട സ്വത്തുക്കൾ, അത് തേനിയായാലും കമ്പമായാലും പിന്നെ തമിഴ്നാടിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള അവർക്ക് അവകാശപ്പെട്ട സ്വത്തുകൾ, ഈ കവനന്റ് പ്രകാരം ഓരോ രാജകുടുംബത്തിനും അവകാശപ്പെട്ട സ്വത്തുകൾ, ഇതൊക്കെ എന്താണ്, ഇതൊക്കെ സത്യമാണോ, യാഥാർത്ഥ്യമാണോ, എവിടെയാണ് എല്ലാം കൂടി കെട്ടുപിണഞ്ഞ് കിടക്കുന്നതെന്ന് ഒന്ന് പൊതുസമൂഹം അറിയേണ്ടതുണ്ട്. ഹൈന്ദവ സമൂഹം അത് ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. ഇവിടെ നമ്മൾ SNDP എന്നും NSS എന്നും KPMS എന്നും ഒക്കെ പറഞ്ഞ് വിവിധ സംഘടനകളുടെ പേരിൽ ഇരുന്നു കൊണ്ടുള്ള സംഘർഷമല്ല വേണ്ടത്. കൊല്ലത്ത് മുമ്പൊരിക്കൽ അടിച്ചു പിരിഞ്ഞു പോയ ഒരു ഹിന്ദു മണ്ഡലം ഉണ്ടായിരുന്നു. ആ ഹിന്ദു മണ്ഡലം ഒന്നും തിരിച്ചു പിടിക്കലല്ല ഞങ്ങളുടെ ജോലി. അല്ലെ, നമുക്ക് അങ്ങനെ ഒരു അജണ്ടയുമില്ല, ഒരു പൊളിറ്റിക്കൽ അജണ്ടയുമില്ല, ഒരു സംഘപരിവാർ അജണ്ടയുമില്ല, ഒരു BJP അജണ്ടയുമില്ല. വളരെ ലളിതമാണ് ഞങ്ങളുടെ അജണ്ട. ശബരിമല ക്ഷേത്രം എന്ത്, എങ്ങനെ, എപ്പോൾ, ആര് കൈകാര്യം ചെയ്യുന്നു, എവിടെയാണ് മനുഷ്യർക്ക്, മാനവർക്ക്, ഹിന്ദുക്കൾക്ക് പിഴച്ചതെന്ന് സമൂഹത്തെ ബോധവൽക്കരിക്കുക എന്നുള്ള മാത്രമാണ്. ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ വരണം. അതിൻ്റെ ഇതേ നമ്പർ തന്നെയാണ്. നമുക്കൊരു വളരെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ അതിനകത്ത് വരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. എന്തായാലും സേവ് ശബരിമല ക്യാമ്പയിൻ നമുക്ക് ചെറുതായിട്ട് തുടങ്ങാം. 5 പേരെങ്കിൽ 5 പേർ, 5000 എങ്കിൽ 5000, 5 ലക്ഷമെങ്കിൽ 5 ലക്ഷം, 5 കോടിയെങ്കിൽ 5 കോടി.